ജീവിതത്തിൽ മതത്തിന് എത്രാമത്തെ സ്ഥാനം കൊടുക്കണം? എൻ്റെ ഉത്തരം 6 എന്നാണ്. ഞെട്ടരുത്. എങ്ങനെയാണെന്നല്ലേ? പറയാം. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും നിങ്ങളുടെ രാഷ്ട്രത്തിന് വേണം പ്രഥമ പരിഗണന കൊടുക്കാൻ. ഒരു രാഷ്ട്രീയവാദിയാകാൻ മതത്തിൻ്റെ പിൻബലം വേണോ? വേണ്ട. അപ്പോൾ രണ്ടാം സ്ഥാനം എന്തിനായിരിക്കും? അത് വ്യക്തിബന്ധങ്ങൾക്കായിരിക്കണം. ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മാതാപിതാക്കളോടും, കുട്ടികളോടും, സമൂഹത്തോടുമുള്ള ബന്ധങ്ങൾക്കായിരിക്കണം രണ്ടാം സ്ഥാനം. വ്യക്തിബന്ധങ്ങൾ നിലനിർത്താൻ മതത്തിന് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ മൂന്നാം സ്ഥാനം എന്തിനു കൊടുക്കണം? അത് നമ്മുടെ ആരോഗ്യത്തിനായിരിക്കണം. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം സമയത്ത് കഴിക്കുക, വ്യായാമം ചെയ്യുക. അതൊന്നും ചെയ്തില്ലെങ്കിൽ എന്നെപ്പോലെ ചെറുപ്പത്തിൽ തന്നെ ഡയബറ്റീസ് പിടിപെടും. ഡോക്ടർ പറയും ഒരു 15 കിലോ കുറച്ച് നോക്ക്, ദിവസം 1500 കലോറി കൂടുതൽ ഭക്ഷണം കഴിക്കരുത്, ഒരു കൂടി മരുന്നുകൾ തരും സമയത്ത് കഴിക്കാൻ. അവസാനം മമ്മൂട്ടിയെ പോലെ ഇരുന്നവരെല്ലാം മാമുക്കോയാവും. അങ്ങനെയൊന്നും വേണ്ടെങ്കിൽ ജീവിതത്തിൽ ആരോഗ്യത്തിന് നമ്മൾ മൂന്നാം സ്ഥാനം കൊടുത്തേ തീരൂ. ആരോഗ്യം സംരക്ഷിക്കാൻ മതത്തിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറ. ആരോഗ്യം സംരക്ഷിക്കാൻ മതത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇനി ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട നാലാമത്തെ കാര്യം എന്താണ്? അത് വിദ്യാഭ്യാസമാണ്. നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നല്ല ജോലി ലഭിക്കുകയുള്ളൂ. നല്ല ജോലി ഉണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരു നിലയും വിലയും ലഭിക്കുകയുള്ളൂ. നമ്മൾ ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ അവരുടെ പേര് ചോദിക്കും. അതിനുശേഷം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത്? അവരെ നമ്മൾ എത്രമാത്രം ബഹുമാനിക്കണമെന്ന് തീരുമാനിക്കാനാണ് നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നതെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഒരു പോലീസുകാരന് കിട്ടുന്ന ബഹുമാനം ഒരു ക്ലർക്കിന് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം നേടുക, നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. വിദ്യാഭ്യാസത്തിന് മതത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നാലാം സ്ഥാനം വിദ്യാഭ്യാസത്തിന് നമ്മൾ കൊടുക്കണം. ഇനി അഞ്ചാം സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ജോലിക്കാണ്. നല്ലൊരു ജോലി നേടുക, കൃത്യത പാലിക്കുക, ജോലി ആത്മാർത്ഥത പുലർത്തുക, ജോലിയിൽ നിന്ന് വരുമാനം നേടുക, സമൂഹത്തിന് മാതൃകയാവുന്ന രീതിയിൽ നല്ലൊരു ജീവിതം നയിക്കുക. അതിനാൽ ജോലിയിൽ ജീവിതത്തിൽ അഞ്ചാം സ്ഥാനം കൊടുക്കുക. അപ്പോൾ ഒന്നാം സ്ഥാനം നമ്മൾ രാഷ്ട്രത്തിന് കൊടുത്തു, രണ്ടാം സ്ഥാനം വ്യക്തിബന്ധങ്ങൾക്ക് കൊടുത്തു, മൂന്നാം സ്ഥാനം ആരോഗ്യത്തിന് കൊടുത്തു, നാലാം സ്ഥാനം വിദ്യാഭ്യാസവും, അഞ്ചാം സ്ഥാനം ജോലിയും കൊടുത്തു. ഈ 5 കാര്യങ്ങൾക്കും മതത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ജീവിതത്തിൽ മതവും ദൈവവും വേണ്ടേ എന്ന്.